ആശീർവാദ് സിനിമാസ് കുറച്ച് സർപ്രൈസുകൾ നമുക്ക് നൽകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അവരുടെ പ്രൊഡക്ഷന്റെ 25ാമത് വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ചില സർപ്രൈസുകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന കാര്യം നമ്മൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു. ആശീർവാദിന്റെ പ്രൊഡക്ഷനിൽ വന്ന സിനിമകളുടെ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ആന്റണി പെരുമ്പാവൂർ അടുത്തിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം പ്രേക്ഷകർ വലിയ രീതിയിൽ സ്വീകരിക്കുകയും ചെയ്തു. മികച്ച ഒരു പ്രൊമോഷൻ പരിപാടിയാണ് ആശീർവാദ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന അഭിപ്രായമായി പല പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ എത്തിയത് അടുത്തിടെ കാണാൻ സാധിച്ചു. ഇപ്പോഴിതാ അവരുടെ 26ാമത്തെ നിർമ്മാണ സംരംഭമായ ദൃശ്യം 2 കുറിച്ചാണ് പറയാൻ പോകുന്നത്. ദൃശ്യം 2 കുറിച്ച് പറയുമ്പോൾ ആശീർവാദ് സിനിമാസ് കുറച്ച് സിനിമകളുടെ അനൗൺസ്മെന്റുകൾ നടത്താൻ പോകുന്നു എന്ന വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. വാർഷികത്തോടനുബന്ധിച്ച് നടത്താൻ പോകുന്ന ഈ അനൗൺസ്മെന്റിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ദൃശ്യം എന്ന ചിത്രത്തിന്റെ 3ാം പാർട്ടിനെ കുറിച്ച് തന്നെയാണ്. അപ്പോഴാണ് ദൃശ്യം 2 കുറിച്ച് പറഞ്ഞത്. ദൃശ്യം 2 മോളിവുഡിന് സമ്മാനിച്ചത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദൃശ്യം 2 മോളിവുഡിന്റെ വാതിൽ ലോക സിനിമയ്ക്ക് തുറന്നു കൊടുത്തു എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം മലയാള സിനിമയെ കൂടുതൽ അറിഞ്ഞത് ദൃശ്യം 2 കാരണമാണ്. അപ്പോൾ ആശീർവാദിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ആശീർവാദ് സിനിമാസിന്റെ 26ാമത് നിർമ്മാണമായ ദൃശ്യം 2 ഒരു തുടർച്ച എന്നതിലുപരിയായിരുന്നു. ദൃശ്യം മലയാള സിനിമയെ ആഗോളതലത്തിലേക്ക് ഉയർത്തിയതിനു ശേഷം അതിന്റെ തുടർച്ചയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വളരെ വലുതായിരുന്നു. ജിത്തു ജോസഫ് അക്ഷീണം പ്രയത്നിച്ച് ആ പ്രതീക്ഷകളെ മറികടക്കുന്ന തരത്തിൽ ഒരു കഥ തയ്യാറാക്കി. തിയേറ്ററിലെ വിജയം ഒരിക്കലും ഈ സിനിമയുടെ പിന്നിലെ പ്രാഥമിക പ്രചോദനമായിരുന്നില്ല. ലോകം കോവിഡ് മഹാമാരിയുമായി പിടിമുറുക്കുമ്പോൾ ആളുകൾ വീടുകളിൽ ഒതുങ്ങി നിൽക്കുകയും അനിശ്ചിതത്വം വലുതായിരിക്കുകയും ചെയ്തപ്പോൾ പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും ഉറവിടമായി ദൃശ്യം 2 വിഭാവനം ചെയ്യപ്പെട്ടു. ഇരുണ്ട സമയങ്ങളിൽ കുടുംബങ്ങൾക്ക് ഒരു മികച്ച സിനിമ അനുഭവിക്കാനുള്ള ഒരു മാർഗം. ഇത് സാധ്യമാക്കാൻ ജിത്തു ജോസഫും മോഹൻലാൽ സാറും മീന മാഡവും മുഴുവൻ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും അവിശ്വസനീയമായ വെല്ലുവിളികൾ ഏറ്റെടുത്തു. കർശനമായ പരിശോധനകളും കഠിനമായ നിയന്ത്രണ നടപടികളും ഉപയോഗിച്ച് പൂർണ്ണമായും വാടകയ്ക്കെടുത്ത വസ്തുവിൽ ഒതുങ്ങിയും അസാധാരണമായ സാഹചര്യങ്ങളിൽ പലപ്പോഴും വ്യക്തിപരമായ അപകടത്തിൽ പ്രവർത്തിച്ചു. സാമൂഹ്യ അകലം പാലിക്കുക, പ്രോട്ടോക്കോളുകൾ പാലിക്കുമ്പോൾ സുരക്ഷ ഉറപ്പാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അതൊക്കെ വാക്കുകളിൽ വിവരിക്കാൻ കഴിയില്ല. എല്ലാവരുടെയും ത്യാഗവും സമർപ്പണവും ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ സാധ്യമാകുമായിരുന്നില്ല. അവരുടെ പ്രയത്നം ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സന്തോഷം നൽകുന്ന ഒരു സിനിമ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ശ്രദ്ധ ആകർഷിക്കുകയും ആഗോളതലത്തിൽ മലയാള സിനിമയുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. ആശീർവാദ് സിനിമാസിന്റെ തുടക്കം ആഘോഷിക്കാൻ 25 ദിവസങ്ങൾ ബാക്കി നിൽക്കിയ ദൃശ്യം 2 പ്രതിരോധ ശേഷിയുടെയും സർഗാത്മകതയുടെയും കഥപറച്ചിലിന്റെ മാന്ത്രികതയുടെയും പ്രതീകമായി നിലകൊള്ളുന്നു. ദൃശ്യം 2 കുറിച്ച് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവൂർ സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇങ്ങനെയായിരുന്നു. ദൃശ്യം 2 അവരുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റായി മാറുമ്പോൾ ഇനി വരാൻ പോകുന്നത് ദൃശ്യം 3 ആണ്. അടുത്തിടെയാണ് മോഹൻലാൽ ദൃശ്യം 3 വരാനുള്ള സാധ്യതയെക്കുറിച്ച് എടുത്തു സൂചിപ്പിച്ചത്. അപ്പോൾ പ്രേക്ഷകരും ഉറപ്പിച്ചു അങ്ങനെ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നത്. ദൃശ്യം 3യുടെ കാര്യം മോളിവുഡ് മാത്രമല്ല ബോളിവുഡ് ഉറ്റുനോക്കുന്ന ഒരു സംഗതിയാണ്. കാരണം അവരുടെ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റുകളിൽ ഒന്നായി മാറിയിട്ടുണ്ട് ദൃശ്യം എന്ന സിനിമയുടെ ഫ്രാഞ്ചൈസി. ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ മലയാളം ഹിന്ദി പതിപ്പുകൾ തമ്മിൽ ക്രോസ് ഓവർ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് മോഹൻലാലും അടുത്തിടെ സംസാരിക്കുകയും ചെയ്തു. ദൃശ്യം 3യുടെ മേക്കിങ്ങിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളും അദ്ദേഹം നൽകുകയുണ്ടായി. തനിക്കും ഹിന്ദി അഡാപ്റ്റേഷനുകളിൽ തന്റെ വേഷം ചെയ്ത അജയ് ദേവ്ഗനോടൊപ്പമുള്ള ഒരു ക്രോസ് ഓവർ സിനിമയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മോഹൻലാൽ ഇന്ത്യ ടുഡേയോട് തമാശയായി പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, അത് നടക്കട്ടെ, അതിനായി ഞാനും പ്രാർത്ഥിക്കും. എന്തൊക്കെയോ അണിയറയിൽ നടക്കുന്നുണ്ട്. നമ്മളോട് കൂടുതലൊന്നും മോഹൻലാൽ വിട്ടു പറയുന്നില്ല. പക്ഷേ അണിയറയിൽ ദൃശ്യം 3 സംഭവിക്കുകയാണ്. ദൃശ്യം ഫ്രാഞ്ചൈസി മലയാള സിനിമയിൽ ചെലുത്തിയ സ്വാധീനം അത് വളരെ വലുതാണ്. ദൃശ്യം ഫ്രാഞ്ചൈസി മലയാള സിനിമയിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് മോഹൻലാൽ പറയുകയുണ്ടായി. ദൃശ്യം വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് മലയാളം ഇൻഡസ്ട്രിക്ക് വലിയ ഉയർച്ചയാണ് നൽകിയത്. കോവിഡ് സമയത്ത് ഞങ്ങൾ ആ സിനിമ നിർമ്മിച്ചു. ആ സിനിമ ഇന്ത്യ മുഴുവൻ കണ്ടു. ഇപ്പോൾ അവർക്ക് മലയാളം വ്യവസായത്തെക്കുറിച്ച് അറിയാം. ദൃശ്യത്തിന് ശേഷം അവർ കൂടുതൽ മലയാള സിനിമകൾ കാണാൻ തുടങ്ങി. അത് ഇൻഡസ്ട്രിക്ക് അന്താരാഷ്ട്ര തലത്തിൽ പോലും അനുഗ്രഹമായി മാറി. ദൃശ്യം 3യുടെ പുരോഗതിയെക്കുറിച്ച് മോഹൻലാൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ഐഡിയയുമില്ല, അത് പ്രക്രിയയിലാണ്, പൈപ്പ് ലൈനിലാണ്. വിജയകരമായൊരു തുടർഭാഗം നിർമ്മിക്കുന്നതിലെ വെല്ലുവിളികൾ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. ഒരു നല്ല തുടർച്ച കൊണ്ടുവരുന്നത് അത്ര എളുപ്പമല്ല. ഇത് ഒരു വലിയ വെല്ലുവിളിയാണ്. 3ാം ഭാഗം അവർക്കും സംവിധായകനും നമുക്കെല്ലാവർക്കും വലിയ തലവേദനയാണ്. പക്ഷേ ഞങ്ങൾ അതിനുള്ള ശ്രമത്തിലാണ്. എന്നെങ്കിലും അത് സംഭവിക്കും. അത് സംഭവിക്കാൻ ഞാനും പ്രാർത്ഥിക്കുന്നു. ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ യാത്ര, അതിന്റെ നേട്ടങ്ങൾ എണ്ണി മോഹൻലാൽ പറഞ്ഞു. എന്നിരുന്നാലും ദൃശ്യം എന്ന ഫ്രാഞ്ചൈസി ബോളിവുഡിന് തന്ന സംഭാവനയേക്കാൾ വലുതായിരുന്നു അത് റീമേക്ക് ചെയ്ത ബോളിവുഡുകാർക്ക്. കാരണം ബോക്സ് ഓഫീസിൽ വലിയ നേട്ടം കൊയ്യാൻ അവർക്ക് സാധിച്ചു എന്നതുകൊണ്ട്. 2013 മോഹൻലാൽ ജോർജ് കുട്ടിയായി ആരംഭിച്ച ദൃശ്യം ഫ്രാഞ്ചൈസി ഇന്ത്യൻ സിനിമയ്ക്ക് വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. OTT പ്ലാറ്റ്ഫോമുകളിൽ 2021 പുറത്തിറങ്ങിയ ദൃശ്യം 2 എന്ന തുടർച്ച ഒന്നിലധികം ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യുകയും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ കാണുകയും ചെയ്തു. സമകാലീന സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് മോഹൻലാലിന്റെ ജോർജ് കുട്ടി. അജയ് ദേവ്ഗൺ അഭിനയിച്ച അതിന്റെ ഹിന്ദി റീമേക്കുകൾ ലോകമെമ്പാടും 111 കോടിയിലധികം സമ്പാദിച്ചതായി റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടിരുന്നു. അതിന്റെ 2022 തുടർഭാഗം ലോകമെമ്പാടും 345 കോടി നേടിയെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ. ദൃശ്യത്തിന്റെ 2ാം ഭാഗത്തിൽ നിർമ്മാണ പങ്കാളി കൂടിയായിരുന്നു ആശീർവാദ് സിനിമാസ്. അവരും ഇതിലൂടെ നേട്ടമുണ്ടാക്കി എന്നതും നോക്കിക്കാണേണ്ടതാണ്.